മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ടില്ലാതെ തൃശൂർ പൂരം നടത്താൻ ധാരണ. കുടമാറ്റം 15 മിനിറ്റ് മാത്രമായി ചുരുക്കാനും തീരുമാനമായി. സാധാരണ 1 മണിക്കൂർ നേരമായിരുന്നു കുടമാറ്റം. തൃശൂർ കളക്ടറേറ്റിൽ ദേവസ്വം മന്ത്രി വി എൻ വാസുവിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. വെടിക്കെട്ട് ഒഴിവാക്കാമെന്നും മറ്റ് ചടങ്ങുകൾ പതിവ് പോലെ നടത്തണമെന്നുമായിരുന്നു തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നിലപാട്. കുറച്ച് സെറ്റ് മാസം അതൊക്കെ ഇപ്പൊ സാധാരണ നടക്കണം. അത് പ്രത്യേക ഈ സാഹചര്യം വന്ന കാരണമാണ്. അപ്പൊ അതിനോട് എല്ലാവരും സഹകരിക്കുക. വിശദാംശങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നു. ഹരീഷ്, വെടിക്കെട്ട് ഒഴിവാക്കി ലളിതമായും ആചാരപരമായും നടത്താനാണ് തീരുമാനം. ഒപ്പം തന്നെ ഈ പാറമേക്കാവ് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട സാമഗ്രികളൊക്കെ സാമ്പിളിനും ഒറിജിനലിനും ഒക്കെ ശേഖരിച്ചിരുന്നു. അത് സംബന്ധിച്ചൊക്കെ എങ്ങനെയാണ് തീരുമാനം? നിലവിൽ അതുതന്നെയാണ്. വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു തൃശ്ശൂർ പൂരം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചേർന്ന ഈ ഒരു ഉന്നതതല യോഗത്തിൽ തീരുമാനമായത്. അത് ഇരു ദേവസ്വങ്ങളും അംഗീകരിക്കുകയും ചെയ്തു. വെടിക്കെട്ട് ഇല്ലാതെ തന്നെ ഈ ഒരു തൃശ്ശൂർ പൂരം നടത്താം എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് എത്തിയത്. പക്ഷേ ചടങ്ങുകളൊന്നും മാറ്റുന്നില്ല. ചടങ്ങുകളെല്ലാം തന്നെ കൃത്യമായി നടക്കും. അതിൽ ചടങ്ങുകളുടെ ദൈർഘ്യങ്ങളാണ് കുറയ്ക്കുന്നത്. പ്രധാനമായും കുടമാറ്റത്തിൻ്റെ ദൈർഘ്യം കുറച്ച് 15 മിനിറ്റ് ആക്കും. മാത്രമല്ല കുടകളുടെ എണ്ണം കുറയ്ക്കും എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനമായി ചടങ്ങുകളെ സംബന്ധിച്ച് പറയാനുള്ള. ബാക്കി എല്ലാ ചടങ്ങുകളും കൃത്യതയോടുകൂടി നടക്കും. പ്രത്യേകിച്ച് മേളം, പാറമേക്കാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ് ഇലഞ്ഞിത്തറ മേളം. അത്തരത്തിൽ മേളത്തിലോ പഞ്ചവാദ്യത്തിലോ മറ്റ് അത്തരത്തിലുള്ള ചടങ്ങുകളിലൊന്നും തന്നെ മാറ്റം വരുത്തുന്നില്ല. വെടിക്കെട്ട് ഒഴിവാക്കുന്നു, ഈ കുടമാറ്റത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കുന്നു എന്നതൊഴിച്ചാൽ എല്ലാ ചടങ്ങുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയായിരിക്കും തൃശ്ശൂർ പൂരം നടത്തുക. മാത്രമല്ല ഈ വെടിക്കെട്ടിന് പകരം ഒരു സിംബോളിക് രൂപത്തിൽ കദിന വെടിക്കെട്ട് ആ ഒരു സമയത്ത് ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. വലിയ രീതിയിലുള്ള വെടിക്കെട്ടുകളില്ല. അതിൻ്റെ ഒരു സൂചനാത്മകമായി തന്നെ കദിന വെടിക്കെട്ട് ഈ ഒരു സമയത്ത് ഈ വെടിക്കെട്ടിൻ്റെ ആ ഒരു മുഹൂർത്തത്തിൽ നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഇരു ദേവസ്വങ്ങളും അറിയിച്ചിരിക്കുന്നത്. സമാനമായി തന്നെ ഈ കുടമാറ്റവും 15 മിനിറ്റ് മാത്രം നടത്തും. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ആനയുടെ എണ്ണത്തിലൊന്നും മറ്റും മാറ്റമില്ല. 15 ആനകൾ വീതം ഓരോ ദേവസ്വത്തിനും, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് 15 ആന വീതം എഴുന്നള്ളിപ്പ് ഉണ്ടാകും. ഈ കുടമാറ്റത്തിന് ആനകൾ ഉണ്ടാവും. അതിലൊന്നും യാതൊരു മാറ്റവുമില്ല. വെടിക്കെട്ട് പൂർണ്ണമായും തന്നെ ഒഴിവാക്കുക എന്നുള്ളൊരു നിലപാടിലേക്കാണ് ദേവസ്വവും അതുപോലെ തന്നെ ഈ ഒരു മന്ത്രിമാരുടെ യോഗവും തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ പാറമേക്കാവ് ദേവസ്വം ഉണ്ടാക്കിയ ഈ ഒരു വെടിക്കോപ്പുകൾ, ആ കരിമരുന്നൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതിൽ മറുപടിയായി പറഞ്ഞത് അത് ഇത്തരത്തിൽ ആളുകളെ കാണിക്കുന്ന രീതിയിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് പൊട്ടിക്കാനുള്ള ഒരു അനുമതി, അതിനുള്ള ഒരു ലൈസൻസ് സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും എന്നുള്ളതാണ് പാറമേക്കാവ് പറഞ്ഞത്. മറിച്ച് അത് നശിപ്പിച്ചു കളയാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ അത് അതേപടി തന്നെ ചെയ്യും. അതായത് സർക്കാർ തീരുമാനങ്ങൾ എന്താണോ അത് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. നശിപ്പിക്കാനാണ് പറയുന്നതിൽ അങ്ങനെ ചെയ്യും. അതല്ല ഇതിന് ലൈസൻസ് അനുവദിച്ച് അത് മറ്റൊരു സ്ഥലത്ത് വെച്ച് പൊട്ടിക്കാനാണ് പറയുമെങ്കിൽ അങ്ങനെയും ചെയ്യാമെന്നുള്ളതാണ്. സർക്കാർ തീരുമാനം എന്താണോ അതുമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ദേവസ്വങ്ങൾ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. മറ്റെല്ലാ ചടങ്ങുകളും കൃത്യമായി തന്നെ നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു വെടിക്കെട്ട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളൊരു തീരുമാനം അത് പല കോണുകളിൽ നിന്നായി വന്നിരുന്നു. അത് വെടിക്കെട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പല സ്ഥലങ്ങളിലും വന്നിരുന്നു. ഇന്ന് പാറമേക്കാവ് ദേവസ്വം ആദ്യം പറഞ്ഞത് വെടിക്കെട്ട് വേണം, അതായത് സാമ്പിൾ വെടിക്കെട്ട് മാത്രം മാറ്റിയാൽ മതി, പ്രധാന വെടിക്കെട്ട് വേണമെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നുമല്ല, അത്തരത്തിലുള്ള താല്പര്യങ്ങളിൽ ഒന്നും അടിമപ്പെടാതെ അല്ലെങ്കിൽ അതൊക്കെ തിരുത്തിക്കൊണ്ട് വെടിക്കെട്ട് പൂർണ്ണമായും ഈ ഒരു തൃശ്ശൂർ പൂരത്തിൽ നിന്നും ഒഴിവാക്കണമെന്നുള്ളൊരു നിലപാടിലേക്കാണ് ഈ ഒരു യോഗം എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഇത്തവണത്തെ തൃശ്ശൂർ പൂരം വെടിക്കെട്ടില്ലാതെയാവും നടക്കുക. പക്ഷേ ഈ ചടങ്ങുകൾക്കൊന്നും യാതൊരുവിധ ഭംഗവും വരുത്താതെ കൃത്യമായ രീതിയിൽ തന്നെ ദൈർഘ്യം കുറച്ചുകൊണ്ട് ആയിരിക്കും നടത്തുക. മൊത്തത്തിൽ ഒരു പ്രതീകാത്മകമായ തൃശ്ശൂർ പൂരമായിരിക്കും ഇത്തവണ ഉണ്ടാവുക. ഒരു സിംബോളിക്കായ തൃശ്ശൂർ പൂരമാവും ഇത്തവണ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഇരു ദേവസ്വവും പറഞ്ഞത്. അത്തരത്തിൽ തന്നെയാണ് ചടങ്ങുകളൊന്നും തന്നെ മുടക്കാതെ കൃത്യമായ രീതിയിൽ തന്നെ ചടങ്ങുകൾ നടത്തിക്കൊണ്ട് ഒരു പൂരം ഉണ്ടാകും. അതിൽ പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കുടമാറ്റത്തിൻ്റെ സമയം, അതിൻ്റെ ദൈർഘ്യം എന്തായാലും കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട്. കുടകളുടെ എണ്ണം
കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ കൃത്യതയോടുകൂടി തന്നെ നടക്കും എന്നാണ് പറഞ്ഞത്. ഇനി ഈ ഒരു ലൈസൻസ് ലഭിക്കുകയാണെങ്കിൽ, ഇതിന് പൊട്ടിക്കാനുള്ള അനുമതി ലഭിക്കുകയാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത്, മറ്റൊരു പ്രദേശത്ത്, വളരെ സുരക്ഷിതമായ പ്രദേശത്ത് വെച്ച് ആളുകൾക്ക് കാണാവുന്ന രീതിയിൽ, കണ്ടാസ്വദിക്കാവുന്ന രീതിയിൽ ഈ പാറമേക്കാവിന്റെ കരിമരുന്നുകൾ പൊട്ടിക്കും. അതല്ല എങ്കിൽ ഇത് നശിപ്പിക്കാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകും എന്നാണ് ഇരു ദേവസ്വങ്ങളും അറിയിച്ചിരിക്കുന്നത്. ശരി, വെടിക്കെട്ടില്ലാതെ തൃശൂർ പൂരം നടത്താനാണ് ധാരണ. കുടമാറ്റം 15 മിനിറ്റ് മാത്രമായി ചുരുക്കും. അങ്ങനെ ആചാരപരമായും ലളിതമായും തൃശൂർ പൂരം നടത്താൻ തീരുമാനമായി. എന്തായാലും ഉന്നതതല യോഗത്തിൽ സർക്കാരിന്റെ തീരുമാനം ഇരു ദേവസ്വം ബോർഡുകളും അംഗീകരിക്കുകയായിരുന്നു.